ഹലോ ഗെയ്സ്, ഈ സ്പോർട് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇന്ത്യയിൽ ഓരോ സ്റ്റേറ്റുകളും ഇപ്പൊ ഈ സ്പോർട്സ് ലെവലിൽ ടൂർണമെന്റുകളും കാര്യങ്ങളൊക്കെ ആൾറെഡി ഓർഗനൈസ് ചെയ്ത് തുടങ്ങി. ഇപ്പൊ അരുണാചൽ പ്രദേശും മിസോറാം തുടങ്ങിയുള്ള സ്റ്റേറ്റുകളും അവരുടെ ഇ സ്പോർട്സ് ഓപ്പൺ ചാമ്പ്യൻഷിപ്പ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഏപ്രിൽ 23 മുതൽ 27 വരെ BGMA അടക്കം 4 ഗെയിംസുകളാണ് ഈ ഒരു ടൂർണമെന്റ് നടക്കുന്നത്. അതാത് സ്റ്റേറ്റിലുള്ളവർക്ക് മാത്രമേ ആ ഒരു ടൂർണമെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓരോ സ്റ്റേറ്റിലും ചാമ്പ്യന്മാരാവുന്നവർക്ക് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ആ സ്റ്റേറ്റിനെ റെപ്രസെന്റേറ്റ് ചെയ്തുകൊണ്ട് കളിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. മെയ് മാസത്തിലാണ് ഈ ഒരു ഇവന്റ് വരുന്നത്. നിങ്ങൾക്കറിയാം, സ്പോർട്സിലും ആണെങ്കിലും ആർട്സിലാണെങ്കിലും ഒക്കെ സ്റ്റേറ്റിനെ റെപ്രസെന്റേറ്റ് ചെയ്തുകൊണ്ട് കളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു പ്രൗഡ് തന്നെയാണ്. ആ ഒരു ലെവലിലേക്ക് ഇപ്പൊ നമ്മുടെ ഈ സ്പോർട്സും എത്തിയിട്ടുണ്ട്. ഗവൺമെന്റ് സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ് ലെവലിൽ ഈ സ്പോർട്സ് ടൂർണമെന്റുകൾ നടത്തുന്നത്. അതായത് സ്റ്റേറ്റ് ഫെഡറേഷൻസ് ആണ് ഈ സ്പോർട്സ് ഫെഡറേഷൻസ് നടത്തുന്നത്. പക്ഷേ ഇപ്പോഴും നമുക്ക് കേരളത്തിന്റെ ഭാഗത്തു നിന്ന് ഇതുപോലുള്ള അനൗൺസ്മെന്റുകളോ കാര്യങ്ങളോ ഒന്നും കാണാനായിട്ട് സാധിച്ചില്ല. കേരളത്തിലും ഇതുപോലുള്ള ഫെഡറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സ്റ്റിൽ നമുക്ക് അവരുടെ ഭാഗത്തു നിന്നുള്ള അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല. മേ ബി ഫ്യൂച്ചറിൽ ഉണ്ടാവും, നമുക്ക് കണ്ടറിയാം. എന്തായാലും ആൾ ഇന്ത്യ ലെവലിൽ തന്നെ നടക്കുന്ന ഒരു ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ആണ്. അതിൽ നമ്മൾ ഈ കേരളത്തിനെ റെപ്രസെന്റേറ്റ് ചെയ്ത് കളിക്കുക എന്ന് പറഞ്ഞ ഒരു അവസരമാണ്. അത് നമ്മുടെ കേരളത്തിലുള്ള ഫെഡറേഷൻസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് ഇറങ്ങിക്കൊണ്ട് അത് നടത്തും, നമുക്ക് നോക്കാം. അതിന്റെ അടുത്തൊരു ഇൻഫോ, നമ്മളെ തേർഡ് പാർട്ടി BGMA ടൂർണമെന്റ് TMG ഗെയിമിംഗ് കണ്ടക്ട് ചെയ്യുന്ന കരീബിയൻ ക്ലാഷ് 6 ലക്ഷം രൂപ പ്രൈസ് പൂൾ എന്നതിന്റെ ഫൈനൽസ് ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഫൈനൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നമുക്ക് ലിഖിത ഇ സ്പോർട്സ് ഇതിന്റെ ചാമ്പ്യന്മാരാവുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ലാസ്റ്റ് ഡേയില് ഒരു ചിക്കനടക്കം 62 പോയിന്റ് സ്വന്തമായിക്കൊണ്ട് ടോട്ടൽ 226 പോയിന്റോട് കൂടിയിട്ടാണ് ലിഖിത ഇ സ്പോർട്സ് ഇതിന്റെ ചാമ്പ്യന്മാരായിട്ടുണ്ടായിരുന്ന. തുടക്ക മാച്ചുകളിലൊക്കെ നമ്മൾ സാരക്സും അടിപൊളിയായിട്ട് ഇതിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. സാരക്സ് ആൾറെഡി ടീമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ മാച്ചുകൾ കളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ടീമിൽ പുതിയ പ്ലെയറുടെ അഡിഷനും വന്നിട്ടുണ്ട്. എന്നാലും ടീമിന്റെ ഭാഗത്ത് നല്ലൊരു പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ആൻഡ് സെക്കൻഡ് എത്തിയത് മെഡൽ ഇ സ്പോർട്സ് ആണ്. ഇന്നലെ 53 പോയിന്റ് സ്വന്തമായിക്കൊണ്ട് 213 പോയിന്റ് ആയിട്ടാണ് അവർ സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തിയത്. അവരുടെ മെയിൻ പ്ലെയർ, മെയിൻ IGL ഇല്ലാതെയാണ് അവർ കളിക്കുന്നത്. അവരുടെ കോച്ചിനെ വെച്ചിട്ടാണ് അവരിപ്പോ കളിക്കുന്നത്. എന്നിട്ട് പോലും അവർക്ക് ആ ഒരു ടോപ്പ് പൊസിഷനിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ BGSയിലേക്ക് അത് അവർക്ക് നല്ലൊരു കോൺഫിഡൻസ് ആയിരിക്കും കൊടുക്കാൻ പോകുന്നത്. തേർഡ് എത്തിയത് ഫോറമാണ് 173 പോയിന്റുമായിട്ട്. 6ാം സ്ഥാനത്ത് സോള് ഫിനിഷ് ചെയ്തു 155 പോയിന്റായിട്ട്. 9ാം സ്ഥാനത്ത് നമ്മുടെ മല്ലൂർ ഓർഗയുള്ള മിത്തി സ്പോർട്സ് ഫിനിഷ് ചെയ്തു 125 പോയിന്റുമായിട്ട്. 13ാം സ്ഥാനത്ത് ഗോളിലേക്ക് ഫിനിഷ് ചെയ്തു 89 പോയിന്റായിട്ടും. 15ാം സ്ഥാനത്ത് ജെനിസസ് സ്പോർട്സ് ഫിനിഷ് ചെയ്തു നമ്മുടെ മാക്കിന്റെ ടീം 77 പോയിന്റുമായിട്ട്. ടോപ്പ് റാങ്ക് ലിസ്റ്റിൽ MVP ആയത് നമ്മളെ മെഡൽ സ്പോർട്സിന്റെ ലെജിറ്റ് ആണ് 58 ഫിനിഷസോട് കൂടിയിട്ട്. അങ്ങനെ കറന്റ് ഇപ്പൊ തേർഡ് പാർട്ടി ഇവന്റുകളൊക്കെ അവസാനിച്ചിട്ടുണ്ട്. മേ ബി ഇനിയും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു മാസം ലാസ്റ്റോട് കൂടിയിട്ടാണ് നമ്മുടെ BGSന്റെ ലാൻഡ് ഫൈനൽസും വരാനിരിക്കുന്നത്. ആൻഡ് BGS 2025ന്റെ പ്രൈസ് പൂള് ആൾറെഡി 2 കോടി രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് ഇൻക്രീസ് ചെയ്തുകൊണ്ട് 3.2 കോടി രൂപ ആയിരിക്കുകയാണ്. ആൾറെഡി 2 കോടി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവര് BGSന്റെ ക്രേറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ക്രേറ്റ് ഇൻ ഗെയിമിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റ് എല്ലാം ഈ ഒരു പ്രൈസ് പൂളിലേക്ക് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം എല്ലാം പ്രൈസ് പൂളിലേക്ക് ആഡ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എക്സ്ട്രാ 1 കോടി അല്ലെങ്കിൽ 1.2 crore റുപ്പീസ് ആണ് എക്സ്ട്രാ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ടോട്ടൽ 3.2 കോടി രൂപയായി BGSന്റെ പ്രൈസ് പൂള്. അതിൽ സെമി ഫൈനൽസ് കളിച്ച 16 ടീമുകൾക്ക് ഓരോ ടീമുകൾക്കും 3 ലക്ഷം രൂപ വെച്ചും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ബാക്കി വരുന്ന പ്രൈസ് പൂള് ഇപ്പോൾ BGSന്റെ ലാൻഡ് ഫൈനൽസിലേക്കുള്ള 16 ടീമുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ചാമ്പ്യന് കിട്ടാൻ പോകുന്ന ഏകദേശം 69 ലക്ഷം രൂപയാണ്. നമുക്ക് നോക്കാം ഈ ഒരു 3 ദിവസത്തെ പോരാട്ടത്തിന് ശേഷം ആരായിരിക്കും ഈ ഒരു 65 ലക്ഷം രൂപ കൊണ്ടുപോകാൻ പോകുന്നത് എന്ന്. അതിന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത്, നമുക്ക് BGMAയുടെ ഒഫീഷ്യൽ ഇവന്റ് ഇന്ന് മുതൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നമുക്ക് കുറച്ച് കാലമായിട്ട് ക്രിയേറ്റേഴ്സ് ഇവന്റ് BGMAയിൽ അങ്ങനെ കാണാനായിട്ട് സാധിച്ചില്ലായിരുന്നു. ഇപ്പൊ ക്രിയേറ്റേഴ്സ് ഇവന്റ് ഈസ് ബാക്ക് എന്ന് നമുക്ക് പറയാം. അതും റോണ്ടോ മാപ്പിൽ BGMAയിൽ വന്ന പുതിയ മാപ്പിലായിരിക്കും ഈ ഒരു ഇവന്റ് നടക്കാൻ പോകുന്നത്. റോണ്ടോ റാംപേജ് എന്ന രീതിയിലാണ് ഈ ഒരു BGMAയുടെ പുതിയ ഇവന്റ് അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സ് ഇവന്റ് ഇന്നും നാളെ ആയിട്ട് നടക്കാൻ പോകുന്നു. ഇന്ത്യയിലെ ടോപ്പ് ക്രിയേറ്റേഴ്സിന് വെച്ചിട്ടാണ് ഈ ഒരു ഇവന്റ് വരുന്നത്. മോർട്ടൽ സ്കൗട്ട്, ഡൈനാമോ, അതിൽ നമ്മളെ മലയാളി ക്രിയേറ്റർ ആയുള്ള ജബാനും ഇതിൽ ഇൻവൈറ്റ് കിട്ടിയിട്ടുണ്ട്. സായിപ്പിന് നമുക്ക് ഇതിൽ ഇൻവൈറ്റ് കിട്ടിയിട്ടില്ല. സായിപ്പിന് നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കില്ല. പക്ഷെ മലയാളിയായിട്ട് ജബാനും മാത്രമാണ് ഈ ഒരു ഇവന്റിലേക്ക് ഇൻവൈറ്റ് കിട്ടിയിട്ടുള്ളത്. ഇന്നും നാളെ ആയിട്ട് നമുക്ക് BGMAയുടെ ഒഫീഷ്യൽ ചാനലുകളിൽ ഇതിന്റെ മാച്ചുകൾ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നമുക്ക് നോക്കാം ജപ്പാന്റെ ടീമിൽ ആരൊക്കെ ആയിരിക്കും കളിക്കാൻ പോകുന്നത്, എത്രത്തോളം അടിപൊളിയായിട്ട് ബാക്കിയുള്ള ക്രിയേറ്റേഴ്സിന്റെ മുന്നിൽ നമ്മളെ മലയാളി ക്രിയേറ്റേഴ്സ് അടിപൊളിയായിട്ട് കളിക്കുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പൊ എന്താ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ, നിങ്ങൾ അപ്പോൾ കമന്റ് രേഖപ്പെടുത്താൻ. അടുത്ത ദിവസം വരെ ബൈ ഗൈസ്.